ബാലരാമപുരത്ത് ഗൃഹനാഥനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി പിടിയിലായി. ബാലരാമപുരം സ്വദേശിയായ കുമാറാണ് പിടിയിലായത്. കല്ലുവിള സ്വദേശി ബിജുവിനെ ഫോൺ ചെയ്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയാണ് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ആയിരുന്നു. അഞ്ജു, എന്തിനായിരുന്നു ഈ പാതകം? ബാലരാമപുരത്ത് ഉറ്റ സുഹൃത്തിനെയാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. വഴിമുക്ക് സ്വദേശിയായിട്ടുള്ള കുമാറിനെയാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ബാലരാമപുരം സ്വദേശിയായിട്ടുള്ള ഈ കുമാറിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ബിജുവിനെ കുത്തി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. വൈകിട്ട് ഒരു 5 മണിയോടുകൂടിയാണ് വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ ഈ കൊലപാതകം നടക്കുന്നത്. ഈ ഉച്ച സുഹൃത്തുക്കളായി ഇരുവരും ചേർന്നിട്ട് രാവിലെ മുതലേ ഉച്ചവരെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇരുവരും ഉച്ചയ്ക്ക് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ശേഷം ഈ കുമാർ ബിജുവിനെ നിരന്തരമായി ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:45 ആണ് ബിജുവിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് കുമാർ വീട്ടിന്റെ പരിസരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജു തിരിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇറങ്ങി വന്നപ്പോൾ ബിജുവിനെയും കൂട്ടി കുമാർ വീട്ടിൽ നിന്ന് കുറച്ച് അകലെ പോകുകയാണ് ചെയ്തത്. അവിടെ വെച്ച് ബിജുവിനെ കുമാർ സ്വന്തം കയ്യിൽ കരുതിയിട്ടുള്ള കത്തി ഉപയോഗിച്ച് ആദ്യം കഴുത്തിലാണ് വെട്ടിയത്. പിന്നാലെ നെഞ്ചിൽ ആഞ്ഞു കുത്തുകയും ചെയ്തു. മാരകമായി ഗുരുതരമായി പരിക്കേറ്റ കുമാറിനെ തൊട്ടടുത്തുള്ള ബാലരാമപുരത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് കുമാർ ഒളിവിൽ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് കുമാറിനെ ബാലരാമപുരം പോലീസ് പിടികൂടിയത്. ശരി അഞ്ജു. ഈ തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഗൃഹനാഥനെ വെട്ടിക്കൊന്ന സംഭവമുണ്ടായത്. ഇതിൽ പ്രതി കുമാർ പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് അഞ്ജു ജയപ്രകാശാണ്, തിരുവനന്തപുരത്ത് നിന്ന്.